നെപ്പോളിയൻ ഹില്ലിനും അടുത്ത സ്റ്റെപ്പ് അത് തന്നെയാണ്. ഒരു പ്ലാൻ ഉണ്ടാവുക, ഇത്രയാണ് എനിക്ക് സമ്പാദിക്കണമെന്ന് പറയുക, ദെൻ ഉറച്ചു വിശ്വസിക്കുക എനിക്ക് പറ്റും എന്നുള്ളത്. അത് ഭയങ്കര പവർഫുൾ ആണല്ലേ ആ ഒരു ടേം. 100%. കാരണം ഒരു ആഗ്രഹമായിട്ട് ബേൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം നമ്മളിൽ. അതായത് എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കത് നേടാൻ പറ്റും എന്നുള്ളൊരു ഉറച്ച വിശ്വാസവും ആദ്യത്തെ ഒരു ഡിസയർ ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ മേക്ക് മാജിക്. അത് നമ്മളറിയാത്ത പല വഴി കൂടി നമ്മളെ കൊണ്ടുപോകും. നമുക്കൊരു ഒരു ധൈര്യം ഉണ്ടല്ലോ. വിശ്വാസം എന്ന് പറഞ്ഞാൽ സോർട്ട് ഓഫ് നമ്മുടെ ധൈര്യമാണ്. ഇപ്പോൾ നമുക്ക് ആ 2 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള വഴി ഇത്തിരി കൂടി ക്ലിയർ ആണ്. നമുക്ക് ആ ഒരു ക്ലാരിറ്റി ഇത്തിരിയും കൂടി ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചോളും. നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയാറുള്ള പോലെ രാവിലെ എഴുന്നേറ്റിട്ടോ ഇന്ന് എന്തെങ്കിലും ഒരു ദുരന്തം വരുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വരുന്നതെല്ലാം നമുക്ക് ദുരന്തമായിട്ട് കാണാം. അതാണ് നമ്മളത് ആവശ്യമില്ലാത്ത നമ്മൾ എന്ത് ദുരന്തം വന്നാലും ഇന്ന് രാവിലെ വിചാരിച്ച പോലെ പടിപ്പാളി. അപ്പോൾ അതിനേക്കാൾ നമ്മളതൊന്ന് മാറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ ഓക്കെ ഐ വിൽ ഹാവ് എ ബ്രൈറ്റ് ഡേ, ബെറ്റർ ഡേ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ മൈൻഡിനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ആ ഒരു ഡിസയറിലേക്ക് ഫോക്കസ്ഡ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ദിവസം ചിലപ്പോൾ നമുക്ക് ആ ഡിസയറിലേക്ക് വേണ്ട ഒരു കാര്യം ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എത്താം.